അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൊണൗണെ പറ്റിയിട്ട്. ഇതിൻ്റെ ഭാഗമായി ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ശേഷമുള്ള നാമങ്ങളനുസരിച്ച് പുല്ലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ബഹുവചനം ഇതും ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. അഥവാ ക, കെ, കി എന്ന് പറയപ്പെടും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരണം ഞാൻ പിന്നീട് പറയുന്നതാണ്. അഥവാ ഇത് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഇലാഫത്തിന് വേണ്ടി ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദത്തോടും ഒരു സെൻറ്റൻസിനോടും ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയകളാണ്. ചേർത്ത് പറയുന്ന സമയത്ത് ശേഷമുള്ളത് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക എന്നും, പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ കെ എന്നും, സ്ത്രീലിംഗം ഏകവചനം ബഹുവചനമാണെങ്കിലും കി എന്നും ഉപയോഗിക്കുക. അപ്പോൾ ക, കി, കെ, കി. അപ്പോൾ ക എന്നുള്ളത് പുരുഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, കെ എന്നുള്ളത് ഇപ്പോൾ ബഹുവചനത്തിന് വേണ്ടി ഉപയോഗിക്കും, കി എന്നുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി, അത് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും കി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. സ്ത്രീലിംഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കി. അപ്പോൾ ക ഏകവചനം, കെ, കി, കെ ബഹുവചനം, കി പെണ്ണിൻ്റെ ഏകവചനം ബഹുവചനം. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഖലീൽ ബി താജിർ ഹെ, ഖലീലും താജിറാണ്, കച്ചവടക്കാരനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനത്തിൽ കണ്ടല്ലോ, ഹേ ആകുന്നു, ആണ് എന്നർത്ഥത്തിൽ വരും. ഖലീൽ താജിർ ഹേ. ഔർ തുംബി താജിർ ഹോ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ തുമ്പി എന്ന് പറയുമ്പോൾ നമ്മളെ തുമ്പി മലയാളത്തിൽ പറയുന്ന തുമ്പിയല്ല, ഇവിടെ നിങ്ങളും എന്നർത്ഥം വരും. ഔർ എന്ന് പറഞ്ഞാൽ പിന്നെ, തുമ്പി താജിർ ഹോ. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ലാസ്റ്റിൽ ഹോ എന്ന് വന്നത്. നിങ്ങളും എന്താണ്, കച്ചവടക്കാരനാണ്. അതൊക്കെ ഏകവചനമാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ ഖലീൽ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഖലീൽ ബി താജിർ ഹേ, മുദക്കറായതുകൊണ്ട് ഹേ. ഇവിടെ തും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആകുന്നു എന്ന് പറയണമെങ്കിൽ താജിർ ഹോ, തും ഹോ എന്നാണല്ലോ. ഇനി തും ദോനോ ഇസ് ഷഹർ കി താജിർ ഹോ. ഇവിടെ രണ്ടാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാൾ വരുന്നുണ്ട്. ദോനോ എന്ന് പറയുമ്പോൾ രണ്ടാളും ഈ നാട്ടിലെ, ഈ പട്ടണത്തിലെ കച്ചവടക്കാരനാണ്. അപ്പോൾ തും എന്ന് വന്നതുകൊണ്ട് ഹോ എന്ന് അവിടെ ഉപയോഗിച്ചു, ആകുന്നു എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, യേ ഏക്ക് ലടുക്കി ഹേ, യേ ഏക്ക് ലടുക്കി ഹേ. ഇവിടെ പെണ്ണായതുകൊണ്ടാണ് കി ഉപയോഗിച്ചത്. ഇനി ആണാണെങ്കിൽ ലടുക്ക എന്ന് ഉപയോഗിക്കും. ഇവിടെ യേ എന്നതിൻ്റെ അർത്ഥം ഇത്, ഏക്ക് ഒന്ന്, ലടുക്കി ഹേ. അപ്പോൾ ഇതൊരു പെണ്ണാകുന്നു. ഏകവചനമായതുകൊണ്ടാണ് ഹേ എന്ന് ഉപയോഗിച്ചത്. ഔർ യേ ബി ഏക്ക് ലടുക്കി ഹേ, ഇവളും ഒരു പെൺകുട്ടിയാകുന്നു. അവിടെ യേ ബി ഏക്ക് ലടുക്കി ഹേ, ഇവിടെയും പെണ്ണായതുകൊണ്ട് ഏകവചനമായതുകൊണ്ട് ഹേ ഉപയോഗിച്ചു. ഇനി യേ ദോനോ ലടുക്കിയാ ഹേ, ഉണ്ടോ, ഇവിടെ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ജംഇന് വേണ്ടി ആകുന്നു എന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഹേ എന്ന് ഉപയോഗിച്ചു. യേ ദോനോ ലടുക്കിയാ ഹേ. അപ്പോൾ അത് സ്ത്രീലിംഗമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി ഇത് പുല്ലിംഗമാണ്, അതായത് മുദക്കറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വോ ഏക്ക് ലടുക്ക ഹേ, ഉണ്ടോ, പുരുഷനായതുകൊണ്ട് തന്നെ ലടുക്ക എന്നാണ് പറഞ്ഞത്. ലടുക്ക ഹേ, അവനൊരു കുട്ടിയാകുന്നു, ആൺകുട്ടിയാകുന്നു. ഔർ വോ ബി ഏക്ക് ലടുക്ക ഹേ, അവനും ഒരു കുട്ടിയാകുന്നു. വോ ദോനോ ലടുക്കേ ഹേ, ഇവിടെ രണ്ടാളായതുകൊണ്ട് ലടുക്കേ എന്ന് ഉപയോഗിച്ചു. പെൺകുട്ടികളുടെ ആവുമ്പോൾ ലടുക്കി തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ ഇപ്പം ആൺകുട്ടികളുടെ രണ്ടാളെ പറഞ്ഞപ്പോൾ ലടുക്കേ ഹേ, ബഹുവചനമായതുകൊണ്ട് ലടുക്കേ ഹേ എന്ന് പറഞ്ഞു. കെ എന്ന് ഉപയോഗിച്ചു. ഏകവചനത്തിന് ക എന്നും ഉപയോഗിച്ചു, ബഹുവചനത്തിന് കെ എന്നും ഉപയോഗിച്ചു. ഇനിയിപ്പോൾ രണ്ടാണെങ്കിൽ രണ്ട് കൂടുതലാണെങ്കിലും കെ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ആണാണെങ്കിൽ, പെണ്ണാണെങ്കിൽ കി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി മൈ ഏക്ക് ത്വാലിബ് ഇൽമുഹും, ഇനി ഞാനാകുന്നു എന്ന് പറയണമെങ്കിൽ ഹൂം എന്നാണല്ലോ ഉപയോഗിക്കുക.
മൈ ഏക് ത്വാലിബെ ഇൽം ഹൂം, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. തുമ്പി ഏക് ത്വാലിബെ ഇൽം ഹോ, അപ്പോൾ ഇവിടെ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാകുന്നു എന്ന് ഉപയോഗിക്കുമ്പോൾ തും ഹോ എന്നാണ് ഉപയോഗിച്ചത്. മറ്റേത് പിന്നെ പുള്ളില്ലാത്ത നൂൻ ഉപയോഗിച്ചു മൈ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എന്ന് പറഞ്ഞപ്പോൾ. ഇവിടെ പുള്ളില്ലാത്ത ഹോ എന്ന് പറഞ്ഞു. തുമ്പി ഏക് ത്വാലിബെ ഇൽം ഹോ. ഇനി ഹം ദോനോ ത്വാലിബെ ഇൽം ഹേ, ഇവിടെ രണ്ടാൾക്കാർ, നമ്മൾ രണ്ടു പേരും വിദ്യാർത്ഥികളാകുന്നു. അപ്പോൾ മൈ ഞാൻ, തും നിങ്ങൾ, ഹം ഞങ്ങൾ. മനസ്സിലായില്ലേ? ഹം ദോനോ ത്വാലിബെ ഇൽം ഹേ. ഇൻഷാ അല്ലാഹ് ക കെ കി ഇതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുക.